ശ്രീ അവിടെ കിടന്ന് ചാണി ഇടാൻ ഡ്രസ്സൊന്നും ഇല്ലെന്ന് പറഞ്ഞു. കടിക്കോ ഇത്? കുട്ടുമാ മാത്രല്ല അച്ഛനും കുറെ വെള്ളം വെച്ച്. അച്ഛൻ പോയാ? അറിയാൻ പാടില്ല, പക്ഷെ കുറെ ചീത്ത കിട്ടു. അച്ഛന്റെ ഡ്രസ്സ് മൊത്തം ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തില്ലേ, അതാണ് പ്രശ്നം. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കണേ. 2-3 ജോഡി ഡ്രസ്സ് അവർ രണ്ടുപേരും ഞാൻ കഴുകിയിട്ടതാ മുകളില്. അത് വൈകുന്നേരം എടുത്തു വെച്ചിരുന്നെങ്കിലാ ഇനി വല്ല വരുമായിരുന്നാ? അതെന്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാ, മറന്നുപോയി. എന്താ മറക്കാത്തല്ലെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ച ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും അങ്ങനെ വിചാരിക്കും. അതിന് അവര് ജംഗ്ഷനിൽ പോയ ഗ്യാപ്പിൽ മഴ പെയ്യുന്നു നമ്മൾ സ്വപ്നം കണ്ടോ? സ്വപ്നം കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. മോളിൽ വിരിച്ചിരുന്ന ഡ്രസ്സ് എല്ലാം നനഞ്ഞില്ലേ? ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക് ഡ്രസ്സിന് എന്ത് ചെയ്യും? നോക്കിയോ അച്ഛൻ ഇവിടെ കിടന്ന് തുള്ളും ഡ്രസ് ഇല്ലെന്നും പറഞ്ഞോണ്ട്. ആ സ്ത്രീ എന്റെ അടുത്ത് കിടന്ന് ബഹളം വെക്കല്ലേ. ഇനി തൊട്ടേ അവരവരുടെ ഡ്രസ്സ് അവരവർ കഴുകിയാൽ മതി. അപ്പൊ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. അതെങ്ങനെ അമ്മ പറഞ്ഞ കേൾക്കത്തില്ല. എന്നെ കൊണ്ട് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പുറത്ത് എല്ലാ ഡ്രസ്സും കൂടെ ഡ്രൈ വാഷിന് കൊടുത്തത്. കുറച്ച് ആവതുണ്ടായിരുന്നെങ്കിൽ എല്ലാം കഴുകിയിട്ടേനെ. ഡേ തൂക്കടേ തൂക്ക്, അല്ലെ കളിക്കവിടെ എന്നിട്ട്. എന്താ ഇത്? ശ്രീ ഇത് സ്ത്രീയല്ല, ഇത് സ്ത്രീ. ഞാനൊന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാം, ഒരാളെ കാണാനുണ്ട്. ഈ വേഷത്തിലാ? കുട്ടുമാമ മുടിയും കൂടെ അഴിച്ചാണ്ടല്ലോ സുന്ദരിയാവും. ആണ് സുന്ദരി സുന്ദരി ശ്രീകുട്ടി. രണ്ട് റബ്ബർ രണ്ട് കൊമ്പ കൂടെ കെട്ടിക്കൊടുക്കും, കറക്റ്റ് ആവും. പോയ ചുമ്മാ മനുഷ്യന് നാണം കെടുത്താണ്ട്. എന്തോന്ന് നാണക്കേട്? ഇത് സമത്വത്തിന്റെ കാലമല്ലേ? ആൾക്കാർ ആദ്യം കാണുമ്പോ ചിരിക്കും, പിന്നീട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ അല്പവസ്ത്രമൊക്കെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തില്ലേ? എന്തോന്ന് അക്സെപ്റ്റ് ചെയ്തില്ലേന്ന് ആരെ? ആൾക്കാര്. എന്തെന്ന്? അല്പവസ്ത്രം. അത് മനസ്സിലാവണ്ടേ? അതെന്നെ പറഞ്ഞ അല്പവസ്ത്രം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ലേ? മനസ്സിലായി, നേരത്തെ മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ്. അല്ല ഇതിട്ട് ജംഗ്ഷനിൽ പോയിട്ട് ഒരു ചുരിദാർ വാങ്ങിക്കാണ്ട്. ശ്രീ ചുമ്മാ കിടന്ന് ഷോ കാണിക്കാതെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നാണ് പോടിന്നാ. പിന്നെ പോ. അളിയോടെ ബാലേ, നിങ്ങളെന്താ മനുഷ്യന് നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കണാ? നാണം കെടുത്താനാ? ചായയുടെ പാലം ഉണ്ടടി. ഞാൻ ജംഗ്ഷൻ വരെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ അടുത്ത കടയിൽ പാലം ഉണ്ട്, ഞാൻ വാങ്ങിച്ചു വന്നു. അളിയാ ഞാൻ ജംഗ്ഷൻ വരെ പോകണ്ട, അളിയും കൂടെ പറഞ്ഞാ നമുക്ക് പോവാം. ഇവിടെ ചായ ഇടുമ്പോൾ ഒരുപാട് സമയമാവും. നമുക്ക് ജംഗ്ഷനിൽ പോയി ചായയും കുടിച്ച് വാഴക്കല പോയി വാഴക്കപ്പം കഴിക്കാം. രണ്ടുപേരും കൂടെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ജംഗ്ഷനിൽ കൂടെ പോയിട്ട് വാ. എന്ത് കുഴപ്പം? നാട്ടിൽ മൊത്തം അറിയട്ടെ നമുക്ക് ഡ്രസ്സില്ലെന്ന്. നേരത്തെ കാര്യം നനച്ചിട്ട് ഉണക്കണമായിരുന്നു. എനിക്ക് സംഭവിക്കുമോ? എനിക്ക് പോകാൻ മുട്ടണം. പോയിട്ട് വാ, പെട്ടെന്ന് വാ. പോകാൻ തെടുക്കുവായിരുന്നു. പോവാം അങ്ങോട്ടാ. അതെ, ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു അമ്മച്ചി അവിടെ ഇരുന്ന് പറയണ്, ഇത് ആര് ഈ പൂർണ്ണ ഗർഭിണിയെ പാല് വാങ്ങിക്കാൻ വിട്ടത്? കണ്ണിച്ചുരില്ലാത്ത കൂട്ടങ്ങളല്ല, ദുഷ്ട കൂട്ടങ്ങളെന്ന്. ശരിയുണ്ട്. അല്ല അമ്മ അവരെ പിടിച്ചെടുത്തണ്ടേ? ശരിയാണല്ലോ, വീട്ടിൽ കിടന്ന് കാണിക്കണ പോലെ അല്ല പുറത്തോട്ടാ പോയത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.